ഇപ്പോഴും ചാൾസ് ഈ ഒരു കാര്യം ആരോടും പറയുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഓസ്ലർ അവനായിട്ട് തന്നെ നേരിട്ട് ഇറങ്ങാണ്. ആദ്യം തന്നെ നേരെ പോയത് ഒരു ഡ്രഗ് ഡീലറുടെ അടുത്തേക്കാണ്, അതായത് മെറ്റാഫോറസ്. ആ ഒരു ഡ്രഗ് ആരാണ് ഡീൽ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി. തുടക്കത്തിലൊന്നും ഇയാൾ പറഞ്ഞില്ല. നല്ല പെട കിട്ടിയ സമയത്ത് ഈ ഡീലർ പറയാണ്, സാറേ ആ ഒരു ഡ്രഗിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു അറിവുമില്ല, ആരും ഇതവിടെ ഡീൽ ചെയ്യുന്നില്ല, എനിക്ക് ആകെ അറിയുന്നത് ഒരേ ഒരു കാര്യമുള്ളൂ, ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്തതിന്റെ പേരിൽ ഒരു 3 പേര് പിടിക്കപ്പെട്ടിട്ടുണ്ട്. ആ 3 പേരുടെ പേരും ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും ഈ 3 പേരെ കുറിച്ചിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓസ്ലറിന് ഒരു കണക്ഷൻ കിട്ടുകയാണ്. അതായത് മരിച്ചുപോയ ഈ ഒരു ടാക്സി ഡ്രൈവർ പിന്നെ സൈമൺ, ഇവര് രണ്ടുപേരും നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ആഡ് കമ്പനിയിലെ ഒരാളില്ലേ, ആ ആള് ഈ 3 പേരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതായത് ഡ്രഗ് ഡീലർ പറഞ്ഞില്ലേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മെറ്റാഫോറസ് എന്ന ആ ഒരു ഡ്രഗിന്റെ പേരിൽ പിടിക്കപ്പെട്ട 3 ആൾക്കാർ, അതിലൊരുത്തനും അതുപോലെ തന്നെ ടാക്സി ഡ്രൈവറും സൈമണുമായിട്ട് സംസാരിച്ച ഒരുത്തനുമായിട്ട് ഒരു കണക്ഷനുമല്ല, രണ്ടും ഒരാൾ തന്നെ. അപ്പൊ ഈ ഒരു മോഡലിന്റെ പേര് ആഡംസ് എന്നാണ്. സോ ആഡംസിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ ഓസ്ലർ തുടങ്ങുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവരുടെ ചീഫ് വിളിക്കുകയാണ്, നന്നായിട്ട് ഫയർ ചെയ്യാണ്. അതായത് കുറ്റവാളി സൈമൺ അല്ല എന്ന് മനസ്സിലായില്ലേ, കാരണം DNA മാച്ച് ആവുന്നില്ല. അപ്പൊ പറയണ ഈ ഒരു ചീഫ് എത്ര കേസുകൾ നമ്മൾ കണ്ടതാണ്, ഇതെങ്ങനെയാ തീർക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയില്ലേ ഓസ്ലർ, അത് തീർത്തേക്കെന്ന് അറിയാണ്. അതായത് ഈ ഒരു കേസിനെ ഫാബ്രിക്കേറ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓസ്ലറിനോട് ഈ ഒരു ചീഫ് തന്നെ പറയാണ്, ആ ഒരു DNA എങ്ങനെയെങ്കിലൊക്കെ ഒരു സാമ്യം ഉണ്ടാക്കിയിട്ട് കേസ് അങ്ങ് തീർത്തേക്കുന്നത്. സത്യം പറഞ്ഞ ഓസ്ലറിന് വേണ്ടിയിരുന്നത് ഇത് തന്നെയായിരുന്നു. ഈ ഒരു കേസിൽ നിന്നും നൈസായിട്ട് തന്നെ ഓസ്ലറിന് രക്ഷപ്പെടാൻ കഴിയും. എന്നിരുന്നാലും ഏതോ ഒരുത്തൻ അവന്റെ പിന്നാലെ ഉണ്ടെന്ന് ഓസ്ലറിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അന്വേഷണം നിർത്തുന്നില്ല. അവൻ നേരെ ആ ഒരു ആഡ് കമ്പനിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആഡംസിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഡ്രഗ് കേസിൽ പിടിക്കപ്പെട്ടതിന് ശേഷം അവൻ ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടില്ല. പിന്നെ അവനെ കുറിച്ചുള്ള പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവനൊരു ഗേ ആണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല സാറേ. പിന്നെ ഈ ജോലിക്ക് വന്ന സമയത്ത് അവന്റെ അഡ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം എഴുതി തന്നിട്ടുണ്ട്, വേണമെങ്കിൽ നിനക്ക് ആ ഒരു അഡ്രസ്സിലേക്ക് പോയി നോക്കാം. എന്തായാലും അഡ്രസ് മേടിക്കാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജൂനിയർ ചെക്കനായിട്ടുള്ള ചാൾസ് ഈ CCTVയുടെ മറ്റൊരു വിഷ്വല് അതിന്റെ ആ ഒരു ഹെഡ് ഓഫീസിലേക്ക് ചെന്നിട്ട് അവൻ സംഘടിപ്പിക്കുകയാണ്. എന്നിട്ട് ആരും അറിയാതെ ആ ഒരു വിഷ്വല് പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഒരു ടാക്സി രണ്ടാമത് ഇങ്ങോട്ടേക്ക് ഓടിച്ചു വന്ന ആള്, ആ ഒരു പാസഞ്ചർ, അത് അവന്റെ സീനിയർ, അവന്റെ ബോസ് ആയിട്ടുള്ള ഓസ്ലർ ആണെന്ന് മനസ്സിലാക്കാണ്. സത്യം പറഞ്ഞാൽ അവന് ഷോക്കായി പോവാണ് കേട്ടോ. അവൻ സംശയിച്ച എല്ലാ കാര്യങ്ങളും സത്യം തന്നെ. എന്തായാലും ബോസ് ആയിട്ടുള്ള ഓസ്ലറിനെ വിളിക്കുകയാണ്. കാര്യങ്ങളൊന്നും ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിനോട് സംസാരിക്കുന്നില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനൊരു കഥ പോലെ നിങ്ങളോട് അത് പറയാം. ഒരു പാർക്കിൽ ഇരുന്നുകൊണ്ട് ഇപ്പൊ ചാൾസ് ഓസ്ലറിനോട് സംസാരിക്കുകയാണ്. ഒരു നാട്ടിൽ ഒരു ബോസ് ഉണ്ടായിരുന്നു, ഒരു പോലീസുകാരൻ. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒരു കേസ് വരികയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജൂനിയർ പയ്യനും ആ ഒരു കേസിൽ ഇൻവോൾവ് ആയി. അങ്ങനെ ആ ബോസ് അറിയാതെ തന്നെ ഈ ജൂനിയർ പയ്യന് ഒരു തെളിവ് കിട്ടുകയാണ്, ഒരു കീച്ചെയിന്. അതിന്റെ കൂടെ തന്നെ ബോസ് ആയിട്ടുള്ള ആ ഒരു പോലീസ് ചീഫ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു തെളിവിനെ നശിപ്പിക്കാൻ നോക്കുന്നതും ആ ഒരു ജൂനിയർ പയ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോസ് ഇനി എന്ത് ചെയ്യുന്നോ, അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നോ ആ ഒരു ജൂനിയർ പയ്യൻ അറിയില്ല. മറ്റൊരു കാര്യം കൂടെ ആ ഒരു ജൂനിയർ പയ്യന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, എന്താണ് ഇനി അവൻ ചെയ്യേണ്ടതെന്ന്. എന്തായാലും ആ ഒരു ബോസ് തന്നെ തീരുമാനിക്കട്ടെ. ആ പയ്യന്റെ കയ്യിൽ കിട്ടിയ തെളിവുകളൊക്കെ അവൻ അവിടെ വെച്ചിട്ട് പോവുകയാണ്. അതായത് നമ്മുടെ ചാൾസ് ആ ഒരു CD അതുപോലെ തന്നെ ആ ഒരു കീ ചെയിൻ അത് ഈ ഓസ്ലറിന്റെ അടുത്ത് വെച്ചിട്ട് ഇവൻ പോയിട്ടോ. ഒന്നും മിണ്ടായി ഈ ഓസ്ലറിന് പറ്റുന്നില്ല. കാരണം ഓസ്ലറിനെ കുറിച്ചാണ് അവൻ പറയുന്നതെന്നും പൂർണ്ണമായിട്ടും അവര് മനസ്സിലായി. ഇതേ സമയത്താണ് ആ ഒരു ആഡ് കമ്പനിയുടെ ഓണർ വിളിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഈ ആഡ് കമ്പനിയുടെ ഓണർ നേരത്തെ ഒരു അഡ്രസ് കൊടുത്തില്ലേ, ആ അഡ്രസ്സിലേക്ക് നമ്മുടെ ഓസ്ലർ ചെന്നെങ്കിലും അവിടെ ഒരുമാതിരി വൃത്തിഹീനമായിട്ട് കുറെ വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടത് മാത്രമാണ് ഓസ്ലറിന് കാണാൻ കഴിഞ്ഞത്. പിന്നെ ഈ അടുത്ത് തന്നെ കുടിച്ചിട്ട ഒരു കള്ളിന്റെ കുപ്പിയും ഒരു മോജോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു ഡ്രിങ്ക് ആണത്. എന്തായാലും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ആ ഒരു അഡ്രസ്സിലേക്ക് നമ്മുടെ ഓസ്ലർ പോയിരുന്നെങ്കിലും അവന് യാതൊരു കാര്യവും അവിടെ വെച്ച് കണ്ടുപിടിക്കാനോ മനസ്സിലാക്കാനോ പറ്റിയിരുന്നില്ല. ഈ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ആഡ് കമ്പനിയുടെ ഓണർ ഓസ്ലറിനെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്. അതായത് ഈ ഒരു ആഡംസിനെ കുറിച്ചിട്ട് ഓസ്ലർ തിരയുന്നുണ്ട് അല്ലെങ്കിൽ അന്വേഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ആ ആഡംസ് ഓസ്ലറിനെ കാണുന്നു പറഞ്ഞിട്ട് ഈ ഒരു ബോസിനോട് പറഞ്ഞു, അതായത് ആഡ് കമ്പനിയുടെ ആ ഒരു മുതലാളിയോട്. മാത്രമല്ല അവനിപ്പോൾ ഉള്ളത് ഏതോ ഒരു ബാറിലാണ്. നേരെ അങ്ങോട്ടേക്ക് ഓസ്ലർ പോവാണ്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു സിനിമയിൽ ഈ ആഡംസിനെ ആദ്യമായിട്ട് കാണിക്കുകയാണ്. ഈ പേരൊക്കെ ഞാൻ എന്റെ ഭാവനയിൽ ഇട്ടതാണ് കേട്ടോ, കൊറിയക്കാരുടെ പേരൊന്നും നമ്മുടെ നാക്കിൽ ഒതുങ്ങില്ലേ. എന്തായാലും പറഞ്ഞല്ലോ, ഇവനൊരു മോഡലാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വെൽ ഡ്രസ്ഡ് ആണ്. അവന്റെ ആ ഒരു വാച്ചും കാര്യങ്ങളും അവന്റെ ആ ഒരു ലുക്ക് തന്നെ ഒരു മോഡലിനെ പോലെ തന്നെയാണ്. എന്നാലും ഈ ഒരു ബാറിലേക്ക് വന്ന ഓസ്ലറിന് ആഡംസിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. പകരം അവിടെ വെച്ചൊരു കലണ്ടർ ഈ ഓസ്ലറിന് കാണാൻ വേണ്ടി കഴിഞ്ഞു. ആ കലണ്ടറിൽ ഓരോ സ്ഥലവും ആ സ്ഥലത്തിന്റെ അടുത്തായിട്ട് ഓരോ ഡേറ്റും ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തോ ഒരു സംശയം തോന്നിയിട്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് കരുതി ഓസ്ലർ ഈ ഒരു കാര്യം മൈക്കിനെ വിളിച്ചു പറയാണ്. അതായത് നമ്മുടെ ഡോൺലി അതേ ഡേറ്റിൽ അതേ സ്ഥലത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ നോക്കുന്ന സമയത്ത് ഈ എഴുതി വെച്ച 3 സ്ഥലത്തും അതിന്റെ അടുത്ത് എഴുതി വെച്ച ആ ഒരു 3 ഡേറ്റിലും ഓരോ മർഡേഴ്സ്, കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ശരിക്കും അതെല്ലാം നമ്മുടെ ഓസ്ലറിനെ ഞെട്ടിച്ചത്. ആ മരിച്ച ആൾക്കാർ ആരാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഓസ്ലർ ഞെട്ടുന്നത്. മറ്റാരുമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്ത അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള പോലീസുകാരാണ്. അന്ന് ആ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവർക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഇവര് 4 പേരാണ് അതിലുണ്ടായിരുന്നത്. മാത്രമല്ല ഈ ഒരു കേസ് ലീഡ് ചെയ്യുന്നത് മറ്റാരും ആയിരുന്നില്ല, ഇവരുടെ ചീഫ് ആയിട്ടുള്ള ആ ഒരു മനുഷ്യനുണ്ടല്ലോ, നമ്മുടെ ഓസ്ലറിനെ ഒരുപാട് ഇഷ്ടമുള്ള ആള്, അയാളായിരുന്നു. അങ്ങനെ ഈ
ആൾക്കാർ, അതായത് ഈ ചീഫ് പിന്നെ ഇദ്ദേഹത്തിന്റെ സഹായികളായിട്ട് 4 പേര്, അതിലൊരുത്തൻ ഓസിലറാണ്. അങ്ങനെ ഇവർ 5 പേരും കൂടി ഡീൽ ചെയ്ത ഒരു കേസ് ഉണ്ട്. അതേതാണെന്നല്ലേ കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ ഒരു ബാറിൽ നടന്ന ഇൻസിഡന്റ്. 12 പേരെ വിഷം വെച്ച് കൊന്ന കേസിൽ കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ട് ആ ബാറിലെ തന്നെ ഒരു പാവം വെയിറ്ററെ ഇവർ അറസ്റ്റ് ചെയ്തു. കാരണം എന്താണ്, കുറ്റവാളി ആരാണെന്ന് തലങ്ങും വിലങ്ങും നോക്കിയിട്ട് ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കേസ് തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ ആ ഒരു പാവം വെയിറ്ററെ അറസ്റ്റ് ചെയ്തു. എന്നാൽ അതേ സമയത്ത് തന്നെ ആ വെയിറ്റർക്ക് ഒരു മകനുണ്ടായിരുന്നു. ഇവരുടെ അടുത്ത് വന്ന് കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു ഇതെന്റെ അച്ഛനല്ല ചെയ്തതെന്ന്. പക്ഷെ ആരും ഇത് കേട്ടില്ല. ആ ഒരു പാവത്തിനെ അറസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ഇതിന് പ്രതികാരം വീട്ടാനായിട്ട് ആ ഒരു വെയിറ്ററുടെ മകൻ തന്നെയാണ് ഈ ഒരു കില്ലർ. ആ വെയിറ്ററുടെ മകൻ മറ്റാരുമല്ല, ഈ മോഡലായിട്ടുള്ള ആദംസ് തന്നെയാണ്. മാത്രല്ല ഈ ഒരു കേസ് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ കേസിന് 2 ദൃക്സാക്ഷികൾ വേണമല്ലോ. ആ 2 സാക്ഷികൾ ആരാണെന്നാണ്? ആരായിരിക്കും? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്ക്. ഒന്ന് ആ ഒരു ടാക്സി ഡ്രൈവർ, രണ്ടാമത്തത് ഈ ഒരു സൈമൺ. ഈ 2 ആൾക്കാരെ കൊണ്ട് തന്നെ ബാക്കിയുള്ള 3 പോലീസുകാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ആര്? ഈ ആദംസ് തന്നെ. അതും ഇവർക്ക് ആ ഒരു മെറ്റാഫോറസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കെമിക്കൽ അല്ലെങ്കിൽ ആ ഒരു മയക്കുമരുന്ന് കൊടുത്തുകൊണ്ട്. ഇനി ആ ഒരു ടീമിൽ നിന്നും ആദംസിന് കൊല്ലാനുള്ളത് 2 ആൾക്കാരെയാണ്. ഒന്ന് ഇവരുടെ ചീഫും അതുപോലെ തന്നെ നമ്മുടെ കഥാനായകനായിട്ടുള്ള ഓസ്ലറിനെയും. സത്യം പറയുകയാണെങ്കിൽ ആ ഒരു ടാക്സി ഡ്രൈവറെ വെച്ച് ഓസ്ലറിനെ കൊല്ലാൻ നോക്കിയതാണ്. എന്നാൽ ആദംസിന് അവിടെ വെച്ച് പണി പാളിപ്പോയി. എന്തായാലും ഒരു സെക്കൻഡ് പ്ലാൻ അവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവനിപ്പോ നേരെ സ്റ്റേഷനിലേക്ക് വരുന്നത്. അവിടെ വെച്ച് എല്ലാ പോലീസുകാരുടെ മുന്നിൽ വെച്ചും സറണ്ടർ ചെയ്യാണ്, ഞാനാണ് ആ ഒരു കൊലപാതകം ചെയ്തതെന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് തന്നെ ആദംസിനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റാണ്. എന്നാൽ ഈ ആദംസ് പറയുന്നത് ഞാൻ ഒരേ ഒരാളോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ, അത് ഈ ഓസ്ലറിന്റെ അടുത്താണ്. അങ്ങനെ എല്ലാവരും പുറത്തു നിന്നുകൊണ്ട് ഓസ്ലർ മാത്രമായിട്ട് ആദംസിനോട് സംസാരിക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ ആദംസ് പറയാണ്, അല്ല ഞാൻ നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞത് നമ്മൾ സംസാരിക്കുന്നത് വേറെ ആരും കേൾക്കാൻ പാടില്ല. ഇപ്പൊ മൈക്കെല്ലാം ഓണാക്കി എല്ലാവരും പുറത്തിരുന്നുകൊണ്ട് എല്ലാം കേൾക്കുന്നുണ്ടാവുമല്ലോ, അത് ഓഫാക്കാൻ പറ, എന്നാലേ ഞാൻ സംസാരിക്കുള്ളൂ. മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് ചീഫ് ആ ഒരു മൈക്ക് ഓഫാക്കാണ്. ഇനി എന്താണ് ഇവർ ഇതിന്റെ ഉള്ളിൽ വെച്ച് സംസാരിക്കാൻ പോകുന്നത് അത് ആർക്കും കേൾക്കാൻ കഴിയില്ല. ഓസ്ലറിനും അതുപോലെ തന്നെ ആഡംസിനും മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇവരെന്താ സംസാരിക്കുന്നതെന്ന്. ഇതേ സമയത്ത് തന്നെ ഓസ്ലർ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാണ് ആ ഒരു ടാക്സി ഡ്രൈവറെ കൊന്നു കളഞ്ഞത്? ഇപ്പൊ ഇവൻ ചിരിക്കാണ്, ആര്? ആഡംസ്. എന്നിട്ട് ഓസ്ലറിനെ നോക്കിയിട്ട് പറയാണ്, അല്ല അയാളെ കൊന്നത് ഞാനാണോ? അത് നീയല്ലേ? അതെനിക്കും നന്നായിട്ട് അറിയാം, നിനക്കും നന്നായിട്ട് അറിയാം, ഞാൻ നേരിട്ട് കണ്ട കാര്യമാണത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഓസ്ലർ ആ ഒരു കളം മാറ്റി ചവിട്ടാണ്, മോനെ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, നിന്റെ അച്ഛൻ ആ ഒരു കേസിൽ കൊടുക്കിയതിന് പ്രതികാരമായിട്ടാണ് നീ വന്നതും ബാക്കിയുള്ള 3 പേരെ കൊന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞു പോയത് പോയി, നീ അതൊന്നും മറക്ക്. ഇതേ സമയത്ത് തന്നെ ആദം പറയാണ്, അതെങ്ങനെയാ സാറേ മറക്കാൻ പറ്റുക? നിങ്ങൾക്ക് ഇങ്ങനെ ഉപദേശിക്കാൻ പറ്റും, പക്ഷെ ജീവിതത്തിൽ അനുഭവിച്ചവന് അത് മറക്കാൻ കഴിയോ? എന്റെ പൊന്നച്ഛനെയാണ് എനിക്ക് നഷ്ടമായത്. നിന്നെയും കൊല്ലാൻ വേണ്ടി തന്നെയാടാ ഞാൻ ആ ഒരു ടാക്സി ഡ്രൈവർ അയച്ചത്. പക്ഷെ ആ ഒരു ഡ്രൈവറെ നീ കൊന്നു കളഞ്ഞു. അവിടെ എന്റെ പ്ലാൻ ഒന്ന് പാളിപ്പോയി. എന്നാൽ കുഴപ്പമില്ല, ഞാൻ അടിമകളെ പോലെ വെച്ച ആൾക്കാരാണ് ആ 2 പേരും. എന്റെ അച്ഛനെതിരെ സാക്ഷി പറഞ്ഞ ആൾക്കാരല്ലേ. പക്ഷെ കുഴപ്പമില്ല, അവര് മരിച്ചാലും പകരം എനിക്ക് വേറൊരു അടിമയെ കിട്ടിയല്ലോ. പേടിക്കേണ്ടത് അത് മറ്റാരുമല്ല, അത് നീ തന്നെയാണ് ഓസ്ലർ. ഇനി നീ എനിക്ക് വേണ്ടി ഞാൻ പറയുന്ന പണി ചെയ്യണം. ഇന്ന് രാത്രി 7 മണിയാകുമ്പോഴേക്കും നിന്റെ ചീഫ് അയാൾ മരണപ്പെട്ടിരിക്കണം. എന്നാൽ ഒരിക്കലും നമ്മുടെ ഓസ്ലറിനെ ഇത് അക്സെപ്റ്റ് ചെയ്യാനോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവൻ പറയാണ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു മുറിയിൽ നിന്നും ഇറങ്ങി പോവാണ്. ഇതേ സമയത്തിന് ചീഫ് ചോദിക്കുന്നുണ്ട്, എന്താണോ പറഞ്ഞത്, അവൻ തന്നെയാണോ കൊലപാതകി? ഇപ്പൊ ചീഫിന് നോക്കിയിട്ട് നമ്മുടെ ഓസ്ലർ പറയാൻ, ഇല്ല സാറേ, അവൻ ഏതോ ഒരു പ്രാന്തനാണ്, ഒരു ഡമ്മി പീസ്, ചുമ്മാ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊടുക്കാൻ വേണ്ടി കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്, ഒന്ന് വിട്ടേക്കതിനെ. എന്തായാലും ഇതിൽ കൺവിൻസ് ആവാത്ത ചീഫ് ഉണ്ടല്ലോ, മറ്റൊരു ഓഫീസർ ഇവനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിടുകയാണ്. അപ്പൊ ഇവര് ചോദ്യം ചെയ്യുന്ന സമയത്തും ഇവർക്കും പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. അവനൊരു ഡമ്മി പീസ്